വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 446, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ തന്നെ ഇതുവരെ റിലീസായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് എല്ലാവരും എന്തായിരിക്കും ആ ഒരു എപ്പിസോഡ് എന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാത്രമല്ല യൂഷ്വലായിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ആ ഒരു വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു TV പ്രോമോ റിലീസാക്കുന്നതാണ്. 2 ആഴ്ചയായിട്ട് ഇപ്പോൾ അതുമില്ല. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിൽ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് എന്തായിരിക്കുമെന്ന് അറിയാൻ കുറേ പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പുമുളകിൽ പഴയ ആർട്ടിസ്റ്റുകളെയൊക്കെ പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ആഴ്ച ജയന്തൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച രമ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച ഫുള്ളായിട്ട് സുരേന്ദ്രൻ ഉപ്പുമുളകിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പഴയ ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന് തന്നെയാണ് തിങ്കളാഴ്ച എപ്പിസോഡിന് ഇത്രത്തോളം കാത്തിരിപ്പം. അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ പഴയ ആർട്ടിസ്റ്റിലേക്ക് തിരിച്ചു വിളിച്ചത് എന്നതിൻ്റെ റീസൺ നമുക്ക് ആദ്യം സംസാരിക്കാം. അതിന് ഒന്നാമത്തെ റീസൺ ഡയറക്ടർ മാറിയത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ സാറുള്ളപ്പോൾ വെറും ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് മാത്രമാണ് ഉപ്പുമുളകും ഓടിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പുതിയ 2-3 ക്യാരക്ടേഴ്സിനെ റാംകുമാർ, ഹൈമവതി, ദിയ എന്നീ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് മാത്രം ഉപ്പുമുളകും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഉപ്പുമുളകിൽ 8-9 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻ ടൈം കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ ക്യാരക്ടേഴ്സിൻ്റെ കാര്യമൊന്നും ഉണ്ണി സാർ ആലോചിച്ചു പോലും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഡയറക്ടർ രാജേഷ് ഏട്ടൻ മാറി പിന്നെ ജാനുവരിയിലാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജയന്തനെയും രമയെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ റീസൺ ആ സമയത്ത് ജയന്തൻ വരുമ്പോൾ ഉപ്പുമുളകിൽ റാംകുമാറും ഹൈമവതിയും ഒന്നും ഉണ്ടായിരുന്നില്ല, ദിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിടവ് നികത്താനാണ് ആ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നത്. ഈ രമ വരുമ്പോഴും ഉപ്പുമുളകിൽ ആദ്യ ദിവസമൊന്നും നീലൊന്നും ഉണ്ടായിരുന്നില്ല, ലച്ചു ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തൊരു സ്ഥിതിക്കാണ് പഴയ ആർട്ടിസ്റ്റുകളെ തിരിച്ചു വിളിച്ചത്. ഏതായാലും അവരൊക്കെ വന്ന പിന്നെയും രമയൊക്കെ ഒരു 1-2 എപ്പിസോഡ് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ സുരേന്ദ്രനുണ്ട്, ജയന്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും റീഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ ഉപ്പുമുളകും സീസൺ 2-ൽ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളിലും ഹൈമവതി ഉപ്പുമുളകിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ പഴയ ക്യാരക്ടേഴ്സ് ആരെങ്കിലും തിരിച്ചുപ്പുമുളകിലോട്ട് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു രമയുടെ എൻട്രി. അതുപോലെ തന്നെ ഓട്ടോ ചന്ദ്രനോ കനകമോ നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനോ നെയ്യാറ്റിൻകരയിലെ അമ്മൂമ്മയോ പടവലെ അപ്പൂപ്പനോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാൾ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് കുറേ. ഉണ്ണി സാർ ഉണ്ടായിരുന്നപ്പോൾ ഇതുമാതിരി ആർട്ടിസ്റ്റ് കുറയുമ്പോൾ എന്താണ് മൂപ്പർ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ശങ്കരനൻ അല്ലെങ്കിൽ ഭവാനിയമ്മ, ഈ 2 ക്യാരക്ടേഴ്സിനെ മാത്രമേ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാജേഷ് ഏട്ടൻ മറിച്ച് എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെയാണ് ഇനിയിപ്പോൾ അടുത്തത് രാജേഷ് ഏട്ടൻ തിരിച്ചു വിളിക്കാൻ പോകുന്നതെന്ന് അറിയാൻ തന്നെ ഓഡിയൻസ് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു റീ എൻട്രി കിട്ടണമെങ്കിൽ നെയ്യാറ്റിൻകരയിൽ തപ്പം വന്ന അടിപൊളിയായിരിക്കും എന്ന് പറയുന്നവർ കുറേ പേരുണ്ട്. മാത്രമല്ല ഓട്ടോ ചന്ദ്രൻ്റെയും ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേര് തന്നെയുണ്ട് ഇവിടെ. പക്ഷേ ഇവരെല്ലാവരും ഒരു ചാൻസസ് ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഒരു റീ എൻട്രി കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ അത് സിദ്ധു തന്നെയാണ്. സിദ്ധു ജാനുവരിയിൽ റീ എൻട്രി കൊടുക്കേണ്ടതാണ്, പക്ഷേ ജാനുവരിയിൽ ഉണ്ടായിരുന്നില്ല. ഈ ഫെബ്രുവരിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രി. ജാനുവരിയിൽ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലും അതുപോലെ ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ ഹൈലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്കമായിട്ട് തന്നെ തിങ്കളാഴ്ച എപ്പിസോഡ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ ഇനി അടുത്തത് ആരുടെ എൻട്രിയാണ് ജയന്തിനെയും രമയെയും പോലെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.